ഇന്നോവേഷനെ പറ്റി പറയുമ്പം നമ്മൾ ഈ AI യുഗത്തിലാണ്. ചാറ്റ് ജിപിടിയും ജെമിനിയും ഗ്രോക്കും ഒക്കെ വാഴുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് ഫ്യൂച്ചറിനെ പറ്റി ബിസിനസ് ഓണർ എന്നുള്ള രീതിയിലേക്കും അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്കും എങ്ങനെയാണ് ഫ്യൂച്ചറിനെ നോക്കിക്കാണുന്നത്? AI ഒരുപാട് നല്ല കാര്യങ്ങളായിരിക്കും ആയുർവേദത്തിനും ചികിത്സാ രംഗത്തും കൊണ്ടുവരാൻ സാധ്യതയുള്ളത്. കാരണം നമ്മുടെ ഫ്യൂച്ചർ എന്താണ്? പേഴ്സണലൈസ്ഡ് വെൽനസ്സാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരിക എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിക്ക് ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആരോഗ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള ചില സൊല്യൂഷൻസാണ് കൊടുക്കേണ്ടത്. അത് AI ആയിട്ട് നമ്മൾ ടെക്നോളജി കണക്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് വെൽനസ് കൊടുക്കുവാനായിട്ട് AI കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഔഷധങ്ങളിലേക്ക് പോകാതെ വളരെ സെലക്റ്റീവായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള മെഡിസിൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നതിന് പകരം വളരെ സെലക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുവാനുള്ള ഹെൽപ്പ് വളരെ ഒരു ഡേറ്റയെന്ന് നമുക്ക് AI കൂടെ നമുക്കത് കിട്ടും. അതുപോലെ തന്നെ ഡയഗ്നോസിസിനകത്ത് AIക്ക് വളരെയധികം റോളുണ്ട്. വളരെ പ്രിസൈസ് ഡയഗ്നോസിസിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ AI ആയുർവേദ രംഗത്ത് അതുപോലെ ചികിത്സാ രംഗത്തും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഫ്യൂച്ചർ പ്രത്യേകിച്ചും പ്രിവെൻറ്റീവ് കെയറിലും പേഴ്സണലൈസ്ഡ് വെൽനസ്സിലും പേഴ്സണലൈസ്ഡ് കെയറിലും ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് രംഗത്തും AIക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. യെസ്.